ഹായ് ഗായ്സ്. അതുപോലെ തന്നെയാണ് മറ്റൊരു സിനിമയും മാർക്കോ. മാർക്കോയുടെ കുറച്ച് വിശേഷങ്ങളും കൂടി നമുക്ക് പങ്കുവെക്കാൻ. മാർക്കോയിലെ ഒരു കിടിലൻ വില്ലനുണ്ട്. അദ്ദേഹത്തെ പറയുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വളരെ എനർജറ്റിക് വില്ലൻ. അദ്ദേഹം മാർക്കോ എന്ന ക്യാരക്ടറിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് എന്ന മാർക്കോയിലെ വില്ലനാണ് ഈ പറയുന്ന ഒരു കിടിലം എൻട്രി ആയിരുന്നു. മാർക്കോ കബീർ ദുഹാൻ സിംഗ്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ ഒരു സിനിമയിൽ വന്ന ഒരു കമ്മിങ് ബാക്ക് നടക്കുക. സിനിമ ദുഹാൻ സിംഗിൻ്റെ കയ്യിലാണ്. ശരിക്കും മാർക്കോയിലെ ഉണ്ണിമുങ്ങുന്നതിനെക്കാട്ടി പവറുള്ള ഹൈ KGF ടെക്നിക് കില്ലിംഗ് ദ ബാസ്, അങ്ങനെ പറയാൻ തോന്നുന്ന ഒരു ബിഗ് ബി സ്റ്റൈൽ മോഡൽ. അറിയാമല്ലോ, സിനിമ എന്ന് പറയുന്നത് ഒരു വില്ലൻ്റെയും അവതാരമാണ്, നായകൻ്റെ മാത്രമല്ല. നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ കമ്മിങ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ മാർക്കോൻ്റെ പൂർണ്ണമായ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. മറ്റേത് രണ്ട് തരത്തിലുള്ള ഇത് റിയാക്ഷൻ ഉൾപ്പെടുന്ന ഒരു റിവ്യൂ ആണ്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ പവർഫുൾ പാക്കപ്പിൽ ഈ ഒരു സിനിമ ഇറങ്ങിയാണ്. സമാധാനത്തിൻ്റെ പാതയിൽ ആ ഒരു രണ്ട് ജോണറിൽ ഇറങ്ങുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ നിഖായിൽ കഴിഞ്ഞ് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ് ഈ ഒരു സിനിമ ശരിക്കും 1 പാർട്ടായി ഇറങ്ങേണ്ട സിനിമയാണ്. പക്ഷേ കാരണം ഇത് കുറച്ച് കാലഘട്ടത്തിന് മുമ്പുള്ള കഥയാണ്. ജോർജ് എന്ന് പറയുന്ന ജോർജ് പീറ്ററിൻ്റെ കാലഘട്ടം, തുടക്ക കാലഘട്ടം, അതിനും കുറച്ച് ഇങ്ങോട്ട് വരുന്നൊരു കാലഘട്ടം. ജോർജിൻ്റെ അപ്പൻ്റെ സ്നേഹിതനാണ് ഈ പറയുന്ന മാർക്കോ. അപ്പോൾ അത് ഒരു ബന്ധപ്പെട്ട് പീറ്റർ എന്ന് പറയുന്ന ചങ്ങായി കണ്ണില്ലാത്തവനെ അവനെ കിഡ്നാപ്പ് ചെയ്യുകയും കൊല്ലുകയും ആസിഡ് എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിൽ ഇട്ട് കൊല്ലുകയും ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് മാർക്കോയുടെ മറ്റൊരു വേർഷനായിരുന്നു വില്ലൻ്റെ അവതാരം. മാർക്കോ എല്ലാം സ്റ്റേജും എല്ലാ ക്ഷമയും അവിടെ നിർത്തി ആ പോസിൽ അങ്ങനെ തന്നെ ആ സിനിമ കണ്ടിന്യൂ ചെയ്യുകയാണ്. മാർക്കോക്ക് പിന്നെ അവസാന ക്ലൈമാക്സ് ആണ് നമ്മളെ ഗംഭീരമായി. അതാണ് വില്ലൻ്റെ ഒരു അവതാരം എന്ന് പറയുന്നത്. കബീർ സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു നടൻ ഏറ്റവും വലിയ വില്ലനായി മാറുകയാണ്. ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇദ്ദേഹത്തെ തന്നെ വില്ലനായി ചോയ്സ് ചെയ്യാൻ പറ്റും. കാരണം അത്രയും ബ്രൂട്ടലി ഒരു വില്ലൻ നമ്മളെ കണ്ടിട്ട് കണ്ണങ്ങ് തെറിച്ചു. അദ്ദേഹം കാണിക്കുന്ന എന്നും വളരെ ആ ഒരു പറഞ്ഞ വാക്കങ്ങ് പാലിച്ച് ബിഗ് ബിയിലെ മമ്മൂട്ടി പറയുന്ന അതേ ഡയലോഗിൻ്റെ ഒരു വേർഷനാണ് നമുക്കവിടെ കാണാൻ പറ്റും. ഏട്ടനായിരുന്നു, അതായത് ഈ പീറ്ററിനെ കൊന്നവൻ്റെ ചേട്ടൻ. അങ്ങനെയാണ് കബീർ സിംഗ് ഇതിലൊരു കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ റോൾ നിങ്ങൾ കണ്ടു കാണും. അത് കണ്ടവർക്കറിയാം അതിൻ്റെ ഹാൻഡ് ഷേക്ക് ഫീൽ, അതറിയുന്നവർക്കറിയാം. വെരി ബ്രൂട്ടൽ ഓഫ് ബ്ലഡ്. ആ ബ്ലഡിൻ്റെ ഒരു കഥ തന്നെയാണത്. ആ കുടുംബത്തിലെ ആരെയും ബാക്കി വെക്കാതെ ഒരാളെ മാത്രം അവശേഷിപ്പിച്ചുള്ള ഒരു കഥയാണത്. അതാണ് മാർക്കോയിലെ മെയിൻ ഫേവറേറ്റ്. ഒരു കുടുംബത്തിൻ്റെ കഥ തന്നെയാണ്. അതിൽ മാർക്കോ വന്നുപെട്ട വ്യക്തിയാണ്. അപ്പോൾ മാർക്കോ ഇൻസിഡൻസ് അല്ല, ജോർജ് പീറ്റർ ഇൻസിഡൻസ് ഉള്ള സിനിമയാണ്. കാരണം മാർക്കോ അവരുടെ ഒരു കാവൽക്കാരൻ, അതായത് മാർക്കോയുടെ കുടുംബം
എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള വിസിറ്റ്. മാർക്കോ എങ്ങനെയാണ് ജോർജ് പീറ്ററിൻ്റെ, അതായത് ചേട്ടൻ എന്ന ഒരു ക്യാരക്ടർ എങ്ങനെ നമുക്ക് വിളിക്കണമെന്ന് കാണിക്കുന്നത്. യെസ്, ഇൻഡസ്ട്രിയിൽ അത് ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്യാരക്ടർ, സ്ക്രിപ്റ്റ് നമുക്ക് ചിന്തിക്കുന്ന രീതിയിലല്ല. നമ്മളൊന്നും ഇതുവരെ ഇങ്ങനെയുള്ളൊരു സിനിമയെ കാണുമെന്നും ഇങ്ങനൊരു സിനിമ അപ്രോച്ച് ഉണ്ടാകുമെന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആ രീതിയിലേക്കുള്ള ലെവലാണ്. അങ്ങനെ പറയുമ്പോൾ വെരി അബോവാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സിനിമ മാസുന്ന ഒരു ഇൻട്രോ ഉണ്ട്. അതിൻ്റെ ഈ സ്ലോ ബേസിൻ ട്രാക്ക് മാറുന്നതിനോടൊപ്പം സീരിയസ് ആകുന്ന കാര്യത്തിലേക്കും വരും. പക്ഷെ ഇതൊക്കെ ഫാക്ട്. സെൻസർ നേടിയ സിനിമയാണ് മാർക്കോ. അതിൽ തന്നെ വയലേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർ 18 വയസ്സിന് മുകളിൽ ഉള്ളവർ കാണുക. കാരണം നമ്മൾ ഒരിക്കലും ഈ ഒരു സിനിമ കാണണമെന്ന് പറയാൻ പാടില്ല. കാരണം ഈ സിനിമ അത്രയും ബ്ലഡുമായി ഒരു കണക്റ്റഡ്. അപ്പം നമ്മളുടെ മെൻറ്റാലിറ്റിക്ക് ഈ ഒരു സിനിമ വളരെ ലോ ലെവലിൽ ചിന്തിക്കുന്ന ഒരു പേഷ്യൻസ് കുറവുള്ള വ്യക്തിക്ക് ഈ ഒരു സിനിമ നമ്മുടെ കഥാപാത്രം, നമ്മുടെ റിയാലിറ്റി ഒരിക്കലും ഒരു ചോയ്സ് ആകുന്നില്ല. പക്ഷെ ഇതൊരിക്കലും റിയാലിറ്റിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കഥയാണ്. അതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഒബ്സർവ് ചെയ്ത് സിനിമ ഉണ്ടാക്കുക, നമ്മളെ ത്രസിപ്പിക്കുന്ന ഒരു ലാഘവമാണത്. ഞാൻ അത് കണ്ടപ്പോൾ മാസും ആക്ഷനും ഇടിയും അത് ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ടൈമാണ് മാർക്കോയുടെ വരവ്. പക്ഷെ കബീർ സിംഗിൻ്റെ വരവോടെ ആകെ മാറി, സീൻ മാറ്റിയെഴുതി എന്ന് തന്നെ തോന്നി. പിന്നെ നടക്കുന്നത് എന്താണെന്ന് പോലും ക്ലൈമാക്സ് പറഞ്ഞ് തീരില്ല. അതാണ് ആ ക്ലൈമാക്സ് ഷോട്ട്, അവരെടുത്തിരിക്കുന്ന മൊമെൻറ്റ്. അത് നമ്മളെ ത്രസിപ്പിച്ചു, അത് എൻ്റർടൈൻമെൻ്റ് ആക്കി. ഇറ്റ്സ് ബിലീവ്, നിങ്ങളത് മനസ്സിലാക്കി. കാരണം അതാണ് മാർക്കോ കളക്ഷൻ നേടുന്നത്. കബീർ സിംഗിൻ്റെ ഒരു കഴിവാണത്. അതാണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് അമേസിങ്. ദാറ്റ്സ് ഓൾ.